റോമാക്കാർക്ക് എഴുതിയ സുവിശേഷം 11 അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രഹാത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചില്ല. ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എൻ്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞു എന്തെന്നോ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല. അതെന്തുകൊണ്ട്? ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രലതമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത്. അതുപോലെ തന്നെ ദാവീദ് പറയുന്നു, അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ. അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാലിടറിയത് വീഴാനായിരുന്നുവോ? ഒരിക്കലുമില്ല. ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. തന്മൂലം അവർക്ക് വിജാതിയരുടെ അസൂയ ഉളവായി. അവരുടെ പാപം ലോകത്തിൻ്റെ നേട്ടവും അവരുടെ പരാജയം വിജാതിയരുടെ നേട്ടവുമായിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്നൊരു നേട്ടമാകുമായിരുന്നു. വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാത്ത മറ്റെന്തായിരിക്കും? ധാന്യമാം നിന്നും ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടുന്ന് ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണെന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചേർക്കാനാണത് ശാഖകൾ മുറിക്കപ്പെട്ടതെന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്താൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്നും നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തല്ല, ഒലിവിന്മേൽ പ്രതികൃതി സഹജമായ അല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറച്ചുപേർ മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അത് വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും. അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ അത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാചനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃപ ലഭിച്ച നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം!
അവിടുത്തെ വിധികൾ എത്ര ദുർക്ഷയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഘം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്? തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്ന് തന്നെ, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. റോമാക്കാർക്ക് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവുമായ പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധിക്കപ്പെട്ട് അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ചുള്ള നമ്മുടെ ദാനങ്ങളും വ്യത്യാസങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടുള്ള, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടും, കാരുണ്യം കാണിക്കുന്നവൻ പ്രസന്നതയോടും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സത്കാരത്തിൽ താല്പര്യമാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരുടെ കൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔന്നത്യം വിടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവേൻ.